പനി ബാധിച്ച മാട്ടുക്കട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ കുത്തിവയ്പ് നൽകിയ ഭാഗത്ത് അണുബാധ ഉണ്ടായതിനെ തുടർന്ന് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നെന്ന ആരോപണവുമായി വീട്ടമ്മ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല, കട്ടപ്പന. കോഴിമല ആറ്റുചാലിൽ റിൻസി സെബാസ്റ്റ്യനാണ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ, DMO, ജില്ലാ പോലീസ് മേധാവി, ഉപ്പുതറ പോലീസ് എന്നിവർക്ക് പരാതി നൽകിയത്. ഏപ്രിൽ 27 വൈകിട്ട് 4:30 പനി ബാധിച്ച് മാട്ടുക്കട്ടയിലെ ആശുപത്രിയിലെത്തിയപ്പോൾ വൈറൽ പനിയാണെന്ന് വ്യക്തമാക്കി ഇടുപ്പിൽ 2 കുത്തിവയ്പ് നൽകി. പിന്നീട് കഠിനമായ വേദന മൂലം 3 ദിവസം കഴിഞ്ഞ് വീണ്ടും ആശുപത്രിയിലെത്തിയപ്പോൾ അണുബാധ ഉണ്ടായതാണെന്നും അവിടം കീറണമെന്നും അറിയിച്ചെന്നും റിൻസി പറയുന്നു. 27-ാം തീയതി എനിക്ക് പനിയായിട്ട് മാട്ടുക്കട്ടയുള്ള വേളാങ്കണ്ണി ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് 2 ഇഞ്ചക്ഷനും ആന്റിബയോട്ടിക് ഡോക്ടർ തന്നു. ഇഞ്ചക്ഷൻ എടുത്ത് ആ സെക്കൻഡിൽ തന്നെ ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടും വേദനയും തുടങ്ങി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കരച്ചിലായി പനി കൂടി. ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പം അത് ഇൻഫെക്ഷൻ ആയതാണ്, അത് കീറണം, പിറ്റേ ദിവസം 10 മണിക്ക് അഡ്മിറ്റ് ആകാനായിട്ട് വരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് വൈകിട്ടായിട്ട് തന്നെ അവർ വിളിച്ച് പറഞ്ഞു, പിറ്റേ ദിവസം വൈകിട്ട് 4:30 വന്നാൽ മതി, രാവിലെ 10:00 വരണ്ടാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആയപ്പോഴത്തേനും എനിക്ക് കരച്ചിലായ പനിയും ഇൻഫെക്ഷനും കൂടി കട്ടപ്പന കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വന്നു. അവിടെ ചെന്ന് സർജനെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് ഒരുപാട് പഴുപ്പ് ആയിട്ടുണ്ട്, തീർന്നെന്ന് പറഞ്ഞു. പിന്നെ അവിടെ 7-ാം തീയതി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ സർജറി ചെയ്തു. 3 ദിവസം വരെ അഡ്മിറ്റ് ആയിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി. അവിടെ ചെന്ന് പറഞ്ഞപ്പം ഇവർ പറയുന്നത്, ഇവർ വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇവർ പറയുന്നു, നിന്റെ ഡിഗ്രിയാണ് ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ കുഴപ്പം. പിന്നെ ഞാൻ പറഞ്ഞു, ഒരുപാട് പൈസ ഞങ്ങൾക്ക് മുടക്കായി, എന്നും വണ്ടി വിളിച്ചാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നീ ഇവിടെയും വിളിച്ചു പോയാൽ ഞങ്ങൾക്ക് എന്നാ ഇങ്ങനെയൊക്കെയുള്ള തലവേദന പോയെന്നാ ഓർത്ത് ശല്യം പിന്നെയും വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നേഴ്സും ഡോക്ടറും കൂടെ ഉള്ള സംഭാഷണമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇപ്പം 3 മാസം എടുക്കും പഴയ പോലെ ഈ മുറിവ് ഓക്കെ ആയി വരണമെങ്കിൽ. അത് നിറച്ച് പസ്സുള്ളത് കൊണ്ട് അത് സ്റ്റിച്ച് ഇടാൻ പറ്റത്തില്ല. തിരി വെച്ചുള്ള ഡ്രസ്സിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിത് മൂലം ഒരുപാട് മാനസികമായ വിഷമങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും നഷ്ടമായിട്ടുണ്ട്. പൈസ പ്രകടനം അതങ്ങനെ. ഇതിപ്പം അവരോട് പറയുമ്പോൾ ഇവർ ആദ്യം പറഞ്ഞു ഞങ്ങളിത് എത്രയാ ബില്ലെന്ന് വെച്ചാൽ തരാമെന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഇവർ സെറ്റിൽ ചെയ്യാൻ തയ്യാറായില്ല. ഇവർ പറഞ്ഞു നിങ്ങൾ രീതിയിൽ പോക്കോ, ഞങ്ങൾക്ക് IMA ഞങ്ങളുടെ ശക്തമാണ്, ഞങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ സെറ്റിൽ ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഇതിപ്പോൾ എൻ്റെ ഒരാളുടെ മാത്രമല്ല, ഇപ്പം സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് ഹോസ്പിറ്റൽ ഒരുപാട് പേർക്ക് ഇതുപോലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതിന് നിയമപരമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകാൻ ഒരുങ്ങിയിരിക്കുന്നു. ആരോഗ്യനില മോശമായതോടെ പിന്നീട് കട്ടപ്പനയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. ശസ്ത്രക്രിയ നടത്തി. നഷ്ടപരിഹാരം നൽകാമെന്ന് ആദ്യം സമ്മതിച്ച ആശുപത്രി മാനേജ്മെന്റ് പിന്നീട് പിന്മാറുകയായിരുന്നുവെന്നും റിൻസി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല. എല്ലാ മരുന്നുകൾക്കും 10 മുതൽ 60% വരെ വിലക്കുറവ്. ബേബി കെയർ, പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം. കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം. ഹോം ഡെലിവറി സൗകര്യം. വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ. ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല, കട്ടപ്പന.